രാഷ്ട്രീയമായും സ്വാഭാവികമായും ഇനി പ്രതിരോധിക്കേണ്ടി വരുമല്ലോ കൂടുതലായി. തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അന്നും CPM ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാങ്കിന്റെ തകർച്ച തന്നെ ഒരു പ്രകടമായിട്ടുള്ള ബിംബമായി മുന്നിൽ നിൽക്കുകയാണ്. അതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള തിരിച്ചടി നൽകുന്ന മറ്റൊരു ഘടകവും. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 67-ാം പ്രതിയാണ് AC മൊയ്തീൻ. 68-ാമത്തെ പ്രതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPM ആണ്. 69 MM വർഗീസ് മുൻ ജില്ലാ സെക്രട്ടറിയാണ്. 70-ാം പ്രതിയാണ് K രാധാകൃഷ്ണൻ MP. അദ്ദേഹവും മുൻപ് ജില്ലാ സെക്രട്ടറിയായി തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന ആളാണ്. അതോടൊപ്പം തന്നെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിമാരുണ്ട്, പുറത്തശ്ശേരിയിലെ ലോക്കൽ സെക്രട്ടറിമാരുണ്ട്. അതാണ് ഈ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ. അതോടൊപ്പം 74 മുതൽ 83 വരെയുള്ള പ്രതികൾ എന്ന് പറയുന്നത് ഇല്ലീഗൽ ബോറോവേഴ്സുമാണ്. അപ്പോൾ ഇത്തരം ആളുകളെ കൂടി ഉൾപ്പെടുത്തിയാണ് അനുബന്ധ കുറ്റപത്രം കൊടുത്തത്. ആ അനുബന്ധ കുറ്റപത്രത്തിൽ നൽകിയിട്ടുള്ള ചാർജ്, ആ ചാർജിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് കോടതി പറയുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇനി ഇതിന്റെ വിചാരണ നടപടികളിലേക്ക് പോകും. വിചാരണ കഴിഞ്ഞ ശേഷം കോടതി അതിന്റെ ഉത്തരവും പറയും. എന്തായാലും അത്തരം നടപടികളിലേക്കാണ് പോകുന്നത്. ആദ്യഘട്ടത്തിൽ 55ഓളം പ്രതികൾക്കെതിരെ നടപടികൾ വന്നിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നത് സപ്ലിമെന്ററി ചാർജ് ഷീറ്റിൽ, അനുബന്ധ കുറ്റപത്രത്തിൽ, അന്തിമ കുറ്റപത്രത്തിൽ ആയിരുന്നു. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ അടക്കം ഭാഗത്തുനിന്ന്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി എന്ന് തന്നെ പറയാം. കാരണം ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഒട്ടനവധി ചോദ്യം ചെയ്യലുകളും അതോടൊപ്പം തന്നെ CPM-നെതിരെ ഒട്ടനവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. അന്നാണ് ഈ സഹകരണ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കടക്കം കൂടുതലായിട്ടുള്ള പരിശോധനകളും ED-യുടെ അടക്കം അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പോയത്. ഇതിൽ ഈ ഭരണസമിതിയെ നിയന്ത്രിക്കാൻ പുറത്തുനിന്ന് ഒരു കമ്മിറ്റി, ഒരു സബ് കമ്മിറ്റിയെ പാർട്ടി നേതൃത്വത്തിൽ വയ്ക്കുന്നു. അതിനുശേഷം ഫണ്ട് തിരിമറി നടത്തുന്നു, ഫണ്ട് കൈമാറുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ ED അന്ന് വലിയ തോതിൽ തന്നെ നടത്തിയിരുന്നതാണ്. അന്ന് ഒട്ടനവധി തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ടടക്കം കണ്ടെത്തിയിരുന്നു. അന്ന് നിരവധി ആളുകളെ, ഈ നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട MM വർഗീസിനെ അടക്കം നിരവധി തവണ ED ഓഫീസിൽ വിളിച്ച് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതിനുശേഷമാണ് ചാർജ് കൊടുത്തത് ഇവർക്കെതിരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഒരു പാർട്ടി തന്നെ പ്രതിസ്ഥാനത്തേക്ക് വന്നു. പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് നേതാക്കൾക്കും പാർട്ടിക്കും ഉൾപ്പെടെ എതിരെ എന്നതാണ് PMLA കോടതിയുടെ കണ്ടെത്തൽ. CPM-നെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. CPM പാർട്ടി എന്ന നിലയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന് കള്ളപ്പണത്തിന്റെ കമ്മീഷൻ വാങ്ങി എന്നതാണ് ED-യുടെ കണ്ടെത്തൽ. നിക്ഷേപകരുടെ പണം ബെനാമി വായ്പകളായി അനുവദിച്ചാണ് കമ്മീഷൻ തട്ടിയെടുത്തത്. ഈ തുക പാർട്ടിയുടെ 5 രഹസ്യ അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചുവെന്നും ED കണ്ടെത്തിയിരുന്നു. ഈ പണം ഉപയോഗിച്ച് സ്വത്തും കെട്ടിടങ്ങളും പാർട്ടി സമ്പാദിച്ചു. ലോക്കൽ കമ്മിറ്റികളുടെ ചെലവുകൾ, തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്താനുള്ള ചെലവുകൾ, ഓഫീസ് ഫർണിച്ചർ വാങ്ങൽ തുടങ്ങിയവയ്ക്കും കള്ളപ്പണം വിനിയോഗിച്ചു എന്നായിരുന്നു ED-യുടെ കണ്ടെത്തൽ. പ്രതികൾക്ക് കൂട്ടുനിൽക്കാനായി ബാങ്കിന്റെ തട്ടിപ്പിൽ അനധികൃതമായി പാർട്ടി നേരിട്ട് ഇടപെട്ടു. ബാങ്ക് ഭരണസമിതിക്ക് മുകളിൽ പാർട്ടി സബ് കമ്മിറ്റിയും പാർലമെന്ററി പാർട്ടി ഫ്രാക്ഷനും ഉണ്ടാക്കി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു. ഇതിലെ അംഗങ്ങളെ നിശ്ചയിച്ചതും ജില്ലാ കമ്മിറ്റിയാണ്. ഇതാണ് CPM-നെതിരായ ഈ കേസുമായി ബന്ധപ്പെട്ട ED-യുടെ ചാർജ്. തട്ടിപ്പിന് കൂട്ടുകെന്ന്, അനധികൃത കള്ളപ്പണ ഇടപാടിന് കൂട്ടുനിന്ന് പാർട്ടി കമ്മീഷൻ വാങ്ങി അതിലൂടെ സ്വത്ത് സമ്പാദിച്ചു, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ചിലവ് കണ്ടെത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ED ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായി, അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി നേരത്തെ കോടതിയിൽ സമർപ്പിച്ചത്. പ്രഥമദൃഷ്ട്യാ CPM-നെതിരെയും നേതാക്കൾക്കെതിരെയും തെളിവുണ്ട് എന്നാണ് PMLA കോടതിയുടെ കണ്ടെത്തൽ. 180 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് 68-ാം പ്രതിയായി CPM-നെ ഉൾപ്പെടുത്തിയിരുന്നത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 29A വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ് CPM. ഒരു കൂട്ടം വ്യക്തികൾക്ക് പൊതുവായ ആവശ്യത്തിനായി സംഘടിക്കാനും പ്രവർത്തിക്കാനുമാണ് ഈ നിയമം അനുവദിക്കുന്നത്. ഒരു കൂട്ടം വ്യക്തികളുടെ രജിസ്റ്റർ ചെയ്ത സംഘടന എന്ന നിലയിൽ PMLA നിയമത്തിന്റെ കമ്പനി എന്ന നിർവചനത്തിൽ വകുപ്പ് 70 CPM ഉൾപ്പെടും എന്നാണ് ED കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഇതുൾപ്പെടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്, നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടിലേക്ക് കോടതി എത്തുന്നതല്ലേ രാഗിൻ? സമർപ്പിച്ചിട്ടുള്ള അനുബന്ധ കുറ്റപത്രം, അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാർജ്, ആ ചാർജിൽ റെഡ് അലർട്ടുള്ള ഉണ്ട് എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് പോകും. ജൂലൈ 4-ന് ഇവരോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വിചാരണ നടപടികൾ സാധാരണ നടക്കുന്നത് പോലെ തന്നെ നടക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VNS വന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കൂടി ചാർജ് കൊടുത്താൽ കേൾക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ പൂർത്തിയായത് എന്നതാണ് വ്യക്തമാകുന്നത്. മുൻപ് ആദ്യഘട്ടത്തിൽ 55 പേരെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ അതിൽ ചില
സ്ഥാപനങ്ങളടക്കം ഉണ്ടായിരുന്നു. 55 പേർ അക്യൂസ്ഡ് പട്ടികയിൽ വന്നിരുന്നതാണ്. അതിന്റെ നടപടികൾ ഓൾറെഡി അത് മുന്നോട്ട് നീങ്ങുകയുമാണ്. അതിനു പിന്നാലെയാണ് കഴിഞ്ഞ വർഷം 2025 മെയ്യിൽ ഈ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് കൊടുത്തത്. ആ സപ്ലിമെന്ററി ചാർജ് ഷീറ്റിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി വന്നിരിക്കുന്നത്. ശരി, AC മൊയ്തീൻ അദ്ദേഹം 2011-16 കാലത്ത് തൃശ്ശൂരിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ബിനാമി വായ്പകൾ അനുവദിക്കാൻ സമ്മർദ്ദം ചെലുത്തി എന്നതാണ് ED-യുടെ കണ്ടെത്തൽ. K. രാധാകൃഷ്ണൻ 2016-18 കാലത്ത് പാർട്ടി ഫണ്ടിന് വേണ്ടി ബിനാമി ലോണുകൾ നൽകുന്നത് അറിഞ്ഞു, അതിന് കൂട്ടുനിന്നു എന്താണ് ED-യുടെ കണ്ടെത്തൽ. MM വർഗീസ് 2018 മുതൽ 25 വരെ CPM ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ബിനാമി വായ്പകൾക്ക് അനുവദിക്കുന്നതിന് വേണ്ടിയും കള്ളപ്പണം പാർട്ടിയുടെ സ്വത്താക്കി മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നടക്കമുള്ള കണ്ടെത്തലുകളാണ് ED-യുടെ ഭാഗത്തുനിന്നുള്ളത്. ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന നിലപാടിലേക്ക് PMLA കോടതിയും എത്തുകയാണ്.